വിശദമായ വാർത്തകളിലേക്ക്. പ്രളയ സെസ് ഏർപ്പെടുത്താൻ കേരളത്തിന് മന്ത്രിസഭാ ഉപസമിതിയുടെ അനുമതി. കേരളത്തിന് 1% വരെ സെസ് ഏർപ്പെടുത്താൻ GST കൌൺസിലിനോട് മന്ത്രിസഭാ ഉപസമിതി ശുപാർശ ചെയ്യും. ജനുവരി 10 നടക്കുന്ന GST കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. 1% വരെ പ്രളയ സെസ് ഏർപ്പെടുത്താനാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനമായിരിക്കുന്നത്. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം ഈ വരുന്ന ജനുവരി 10 GST കൗൺസിൽ യോഗത്തിൽ വെക്കുന്നു. ആ GST കൗൺസിൽ യോഗത്തിൽ അത് പരിഗണിച്ച ശേഷം അത് പാസ്സായി കഴിഞ്ഞാൽ തന്നെ ആ വിഷയത്തിൽ കേരളത്തിന് ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. കാരണം പ്രളയം ഉണ്ടായ സമയം തൊട്ട് തന്നെ 4 മാസത്തോളമായി കേരള സർക്കാർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിന് പ്രത്യേക സെസ് ഏർപ്പെടുത്താനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിലൊരു തീരുമാനമായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന 2 മണിക്ക് നടന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ അതിലൊരു തീരുമാനമായിരിക്കുന്നു. ഈ വരുന്ന GST കൗൺസിൽ യോഗം ജനുവരി 10 നടക്കുന്ന യോഗത്തിൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായി തന്നെ ഈ വിഷയത്തിൽ ഏതെല്ലാം ഉൽപ്പന്നങ്ങൾക്കും ഏതെല്ലാം സേവനങ്ങൾക്കും സെസ് ഏർപ്പെടുത്തണമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. എന്നാൽ ആ തീരുമാനം ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ തീരുമാനിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ സെസ് ഏർപ്പെടുത്തുന്നതിനുള്ള എത്ര ലാഭവീതം കേരള സർക്കാരിന് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബജറ്റിൽ വ്യക്തമാക്കാമെന്നാണ് തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കേരളത്തിന് 2 വർഷത്തേക്ക് 1% സെസ് ഏർപ്പെടുത്തുന്നതിന് അനുവദിക്കണമെന്ന് GST കൗൺസിലിനോട് റെക്കമെൻഡ് ചെയ്യുന്നതിന് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചു. ഇത് റവന്യൂ ചെലവുകൾക്ക് തികയത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ റീബിൽഡ് കേരളയിൽ മൂലധന ചെലവിനാണ് പ്രാമുഖ്യം വരുന്നത്. അതിനിപ്പോൾ ലോകബാങ്കിൻ്റെയും ADB-യുമായിട്ട് ചർച്ച നടത്തി 7000 കോടിയുടെ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ ഒരു അഭ്യർത്ഥന GST കൗൺസിൽ നടത്തുന്നതിന് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. 1.5 കോടി വരെ അനുമാന നികുതിയുടെ കീഴിൽ കൊണ്ടുവരാൻ തീരുമാനമായിരിക്കുന്നു. അപ്പോൾ തന്നെ കേരളത്തിലുള്ള 80% ഇടനിലക്കാർക്ക് വർഷത്തിൽ ഒരിക്കൽ 1% നിരക്കിൽ തന്നെ ഒരു തവണ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി എന്നുള്ള തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിലവിൽ 20 ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവര ഉള്ളവർക്ക് തന്നെ ഇപ്പോഴടയ്ക്കുന്ന 18% ടാക്സിൽ നിന്ന് അത് 5 മുതൽ 8 ശതമാനം വരെ ടാക്സായി തന്നെ കുറയുമെന്നും എന്തായാലും ഈ യോഗത്തിൽ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. നിലവിൽ എന്തായാലും കേരളത്തിനോട് ഒരു അനുഭാവപൂർവമായ ഒരു നിലപാട് എന്തായാലും ഉണ്ടായിരിക്കുമെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ തന്നെ വിദേശ സഹായവുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിന്റെ വിഷയം തന്നെ മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്തു. അതെന്തായാലും തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം എന്തായാലും അടുത്ത് വരുന്ന ജനുവരി 10 GST കൗൺസിൽ യോഗത്തിൽ വെക്കും. GST കൗൺസിൽ യോഗം കൂടി പരിഗണിച്ചത് പാസ്സായി കഴിഞ്ഞാൽ അത് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വിടും. അതോടുകൂടി തന്നെ കൂടുതൽ വിദേശ സഹായം സ്വീകരിക്കാനുള്ള വിദേശ കടമെടുക്കാനുള്ള എല്ലാ നിയമ നടപടികളുമായി കേരള സർക്കാരിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. എന്തായാലും ജനുവരി 10 നടക്കുന്ന GST കൗൺസിൽ യോഗത്തിൽ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിലും തീരുമാനമാവുക. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കൾക്കെതിരെ സോണിയാഗാന്ധിക്കും മുല്ലപ്പള്ളിക്കും ശേഷം പവൻ ഖേര കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ശബരിമല യുവതീ പ്രവേശന വിധി വന്ന സമയത്ത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ തുടർന്ന് ഇതൊരു വോട്ട് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സംസ്ഥാന ഘടകമാകെ സ്വഭാവം മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ തന്നെ പണ്ടും ഈ വിധി വന്ന അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷെ എന്തായാലും ഈ ഉറച്ച നിലപാട് അവർ നിൽക്കുമ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വാശിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് പോലും ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ വിഷയത്തിൽ എന്തായാലും കോൺഗ്രസ് എംപിമാരും അത് UDF എംപിമാർക്കെതിരെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ തന്നെ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ പവൻ ഖേര കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ബുദ്ധിയുള്ളവരുടെ തീരുമാനപ്രകാരം നിലവിൽ സുപ്രീം കോടതി വിധി മാനിക്കുകയാണ് വേണ്ടത്. ആ സുപ്രീം കോടതി വിധി സ്ത്രീകളുടെ ഉന്നമനത്തിനുള്ളത് തന്നെയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പവൻ ഖേര, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവയുള്ള ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം വോട്ട് ബാങ്ക് എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ
ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുമെന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്, അതുപോലെ തന്നെ ലിംഗസമത്വവും സ്ത്രീകളുടെ ഉന്നമനവുമാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ലക്ഷ്യം എന്ന് സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെ UDF എംപിമാരെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും അറിയിച്ചിരുന്നു. നിലവിൽ ഓർഡിനൻസ് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ 7 എംപിമാർ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പത്രസമ്മേളനം വിളിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ തന്നെയാണ് പത്രസമ്മേളനം വിളിച്ചത്. ഈ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി KPCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ആ വർക്കിംഗ് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യവും അദ്ദേഹം ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചതും KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിഞ്ഞിട്ടില്ലെന്നത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്. കാരണം കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തിൽ വളരെ വലിയ ഭിന്നതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഈ പറയുന്ന UDFന്റെ ഒരു MP തന്നെയാണ്. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതോടെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. അതേസമയം ശബരിമലയിലെ കഴിഞ്ഞ 5 ദിവസത്തെ നടവരവ് 20 കോടി രൂപ കവിഞ്ഞു. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുന്നു. മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കിനാണ് സന്നിധാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ 50,000 ഭക്തർ മാത്രമായിരുന്നു ഇവിടേക്ക് എത്തിച്ചേർന്നതെങ്കിൽ മകരവിളക്ക് ആരംഭിച്ചപ്പോൾ 1,00,000 പരം ഭക്തർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്. 1,37,000 പേരാണ് ദർശനത്തിനായി സന്നിധാനത്ത് എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ നടവരവും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി 20.5 കോടി രൂപയാണ് നടവരവ് ഇനത്തിൽ സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രി നടയടച്ച സംഭവത്തിൽ ദേവസ്വം ബോർഡ് തന്ത്രിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ തന്ത്രിക്കൊരു നോട്ടീസ് നൽകി 15 ദിവസത്തിനകം ഇതിൽ മറുപടി നൽകണമെന്നാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും, അധികരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം ശബരിമല വിഷയത്തിൽ NK പ്രേമചന്ദ്രനെ തള്ളി RSP കേന്ദ്ര നേതൃത്വം. RSP സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കും ഒപ്പവുമാണ് എന്ന് ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. ശബരിമല വിഷയം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണമെന്ന NK പ്രേമചന്ദ്രന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി. ശരത്തു ചേരുന്നു വിവരങ്ങളുമായി. സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കും ഒപ്പവുമാണ് RSP എന്നാണ് RSP ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി ഇന്ന് വ്യക്തമാക്കിയത്. സുപ്രീം കോടതി വിധി ഉയർത്തിപ്പിടിക്കാൻ എല്ലാ പൗരന്മാർക്കും ബാധ്യതയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തന്നെ ഈ ഒരു നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന RSPയുടെ കേരളത്തിലെ MP-യായ NK പ്രേമചന്ദ്രനാണ് സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള UDF ആഹ്വാനങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നും ഏറെ ശ്രദ്ധേയമാണ്. സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം വേണമെന്നാണ് NK പ്രേമചന്ദ്രൻ ലോക്സഭയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ NK പ്രേമചന്ദ്രന്റെ ഈ ആവശ്യത്തെ അംഗീകരിക്കാൻ വേണ്ടി RSPയുടെ ദേശീയ നേതൃത്വം തയ്യാറല്ല. അതേസമയം ശബരിമല വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ്, ഒരു നിർദ്ദേശമാണ് RSPയുടെ ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. Should be adopted there, and this problem can be solved by them, not by these clashes and etc. വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തി ഇതിന്റെ ഒരു പ്രശ്നപരിഹാര സാധ്യതകൾ ആരായണമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി. ഈ രീതിയിലുള്ള നിലപാട് ദേശീയ നേതൃത്വം ഉയർത്തിപ്പിടിക്കവെയാണ് സുപ്രീം കോടതി വിധി മറികടക്കാൻ എന്തായാലും നിയമനിർമ്മാണം വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുമായി NK പ്രേമചന്ദ്രൻ ഇപ്പോഴും ലോക്സഭയിലും പുറത്തും അവരുടെ UDFന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിൽ ഇടതുമുന്നണിക്ക് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുമെന്നും RSP ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ശബരിമല വിഷയത്തിലെ NK പ്രേമചന്ദ്രന്റെ നിലപാടോടുകൂടി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വ്യത്യസ്ത നിലപാടുകളുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അതേ ദുരവസ്ഥയിലേക്ക് RSPക്കും ഇപ്പോൾ മാറേണ്ടി വന്നിരിക്കുകയാണ്. മറ്റന്നാൾ ആരംഭിക്കുന്ന ദ്വിദിന പണിമുടക്കിന് നിർബന്ധപൂർവ്വം സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്നും ടൂറിസം മേഖലയെ ഒഴിവാക്കിയതായും സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി. എന്നാൽ അധ്യാപകരും ജീവനക്കാരും മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കുന്നതോടെ കേരളം നിശ്ചലമാകും. ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവൻകുമാർ ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യമെമ്പാടും തൊഴിലാളികൾ നടത്തുന്ന ദ്വിദിന പണിമുടക്കിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്.
ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ പണിമുടക്കായി ഇത് മാറുമെന്നാണ് തൊഴിലാളി സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. നിരവധി ജനകീയമായ തൊഴിലാളി മുഖമുള്ള നിരവധി ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുൻപോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു വർഷത്തിലേറെ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് പണിമുടക്കിലേക്ക് കടക്കുന്നത്. വിവിധ ട്രേഡ് യൂണിയൻ സ്ഥാപനങ്ങളിലും അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലുമെല്ലാം തൊഴിലാളികൾ ഇതിനോടകം പണിമുടക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞു. തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണ് പണിമുടക്ക്, അതുകൊണ്ട് തങ്ങൾ പണിമുടക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധമായ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധമായ ഈ സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്നതാണ് തൊഴിലാളി സംഘടനകൾ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നത്. RSSന്റെ തൊഴിലാളി സംഘടനയായ BMS ഒഴികെയുള്ള രാജ്യത്തെ ഏതാണ്ട് എല്ലാ തൊഴിലാളി സംഘടനകളും, പ്രധാനപ്പെട്ട എല്ലാ തൊഴിലാളി സംഘടനകളും ഈ പണിമുടക്കിൽ പങ്കുചേരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CITU, INTUC, AITUC അടക്കമുള്ള നിരവധി സംഘടനകളാണ് ചേർന്നാണ്, അവരുടെ സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നണിയാണ് ഈ പണിമുടക്ക് നടത്തുന്നത്. നിർബന്ധിച്ച് ആരെയും വാഹനങ്ങൾ തടയില്ലെന്നും എന്നാൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങില്ല എന്നതാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിർബന്ധിച്ച് വാഹനങ്ങൾ തടയില്ല എന്നതുപോലെ തന്നെ നിർബന്ധിച്ച് കടകൾ അടപ്പിക്കില്ല എന്നും തങ്ങളുടെ തീരുമാനമുണ്ട്. ടൂറിസം മേഖലയെ ഈ വരുന്ന പണിമുടക്കിൽ നിന്നും ഒഴിവാക്കി എന്നും ഹർത്താലല്ല നടക്കാൻ പോകുന്നത്, തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കാണെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പണിമുടക്കാണ്, ഹർത്താലല്ല. വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഓടിച്ച് വെക്കുമെന്ന് നിർബന്ധമാണ്, അതിന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസം അവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോവില്ല. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു, ആര് തടയാൻ പോകുന്നു? അയാളുടെ സ്വാതന്ത്ര്യം. ഹോട്ടലുകളെ പണിമുടക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്, അവർ പണിമുടക്കും. ഉദാഹരണത്തിന് KTDC എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ല എന്ന് വരും. അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളമില്ലാതെ അവരെ സഹായിക്കും. അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് തൊഴിലാളി സംഘടനകൾ സംയുക്തമായി പണിമുടക്ക് നടത്തുന്നത്. ഒരുപക്ഷെ പണിമുടക്ക് ആണെങ്കിൽ പോലും വ്യാപാരികൾ ഇതിനോടകം അതിൽ ഒരു വിഭാഗം വ്യാപാരികൾ ഇതിനോടകം അതിൽ സഹകരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റുള്ള വ്യാപാരികൾ കൂടി സംസ്ഥാനത്ത് ഹർത്താലിന്റെ മറവിൽ RSS നടത്തിയ അക്രമത്തിൽ 1772 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 5397 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ യുവമോർച്ച നേതാവ് പ്രവീണിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വർഗീയത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. റീനു ചേരുന്നു വിവരങ്ങളുമായി. ഹർത്താലിന്റെ മറവിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട നിരവധി പേരെയാണ് പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ കൃത്യമായ കണക്കനുസരിച്ച് 1772 കേസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ അക്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 5397 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 731 പേരെ ഇതുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4666 പേർക്ക് ജാമ്യവും നൽകിയിട്ടുള്ളതായി പോലീസ് കൃത്യമായി തന്നെ വിവരം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ നെടുമങ്ങാട് CPMന്റെ ഓഫീസിലേക്കും ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ട RSSന്റെ ജില്ലാ പ്രചാരകൻ കൂടിയായ പ്രവീണിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ്. പ്രവീണിനെ കൃത്യമായി തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പോലീസ്. പ്രവീണിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള ഒരു നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. DGP ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തോടുകൂടിയാണ് പ്രവീണാണ് ബോംബെറിഞ്ഞത് എന്നുള്ള കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന് വാർത്തയാകുന്ന സമയം വരെയും അദ്ദേഹം മാവേലിക്കരയിലെ വീട്ടിലുണ്ടായിരുന്നു, നൂറിനാട്ടിലെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. വാർത്ത വന്ന ഉടനെ അദ്ദേഹത്തിനെ അവിടെ നിന്ന് ഒരു യുവമോർച്ച നേതാവ് തന്നെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കടത്തി എന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭ്യമാകുന്നുണ്ട്. ഈ യുവമോർച്ച നേതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെയും അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പ്രവീണിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കൃത്യമായി തന്നെ നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ വർഗീയത പടർത്തുന്നതും അതുപോലെ തന്നെ മതവിദ്വേഷപരമായിട്ടുള്ളതുമായിട്ടുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങളും ഒക്കെ അയക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കുവാൻ പോലീസ് DGP കൃത്യമായി തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസിന് നിലവിൽ തുടരുന്ന ജാഗ്രത തുടരണമെന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ അക്രമത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും കൃത്യമായി അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വിവരമാണ് DGP ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. NSS കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് വിവിധ നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. പ്രശാന്ത് അതിന്റെ റിപ്പോർട്ടുമായി. ശബരിമലയിലെ വിശ്വാസ ലംഘനത്തിനെതിരെ എല്ലാ മതവിശ്വാസികളും സംഘടനകളും രംഗത്തെത്തണമെന്ന ആഹ്വാനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രസ്താവനയിലൂടെ നടത്തിയിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ BJP, RSS, സംഘപരിവാർ സംഘടനകൾ
തെരുവിൽ നടത്തുന്ന കലാപത്തെ ന്യായീകരിക്കുന്ന NSS അതിക്രമത്തിന്റെ കാരണക്കാരായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്പം സുപ്രീം കോടതി വിധിയുടെ മറവിൽ പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് നിരീശ്വരവാദം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നതെന്നുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് NSSന്റെ ഇന്നത്തെ പത്രപ്രസ്താവനയിൽ ഉടനീളം പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, രണ്ടാം വിമോചന സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന വരികളാണ് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ആചാരങ്ങൾ സംരക്ഷിക്കാൻ വിശ്വാസികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന NSS ആചാരങ്ങളും വിശ്വാസങ്ങളും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ എല്ലാ മതവിശ്വാസികളും സംഘടനകളും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം NSSന്റേത് കലാപത്തിനുള്ള ആഹ്വാനമാണെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല വിഷയത്തിൽ സർക്കാരുമായി പോരടിച്ചു നിൽക്കുന്ന NSS പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിൽ മറ്റൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. സമദൂര നിലപാടിൽ നിൽക്കുമെന്ന് പറയുകയും ഒടുവിൽ RSSന്റെ അതിക്രമങ്ങൾക്ക് ന്യായീകരിക്കുകയും ചെയ്യുന്നൊരു നിലപാടിലൂടെ NSSന്റെ സമദൂര നിലപാട് തികച്ചും തെറ്റാണെന്നും അവർ സംഘപരിവാറിനൊപ്പം ചേരുകയാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തായിരിക്കുന്നത്. കണ്ണൂരിൽ സമാധാന യോഗത്തിലെ തീരുമാനങ്ങൾ ലംഘിച്ച് RSS ആക്രമണം തുടരുന്നു. തലശ്ശേരിയിൽ NGO യൂണിയൻ നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു. പാറാറിൽ മദ്രസയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. കണ്ണൂർ ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കണ്ണൂരിൽ നിന്നും M സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. സമാധാന യോഗത്തിൽ വെച്ച് അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും എന്നാൽ അതിന് പിന്നാലെ തന്നെ പ്രവർത്തകരെ അക്രമ സംഭവങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംഘപരിവാർ കണ്ണൂർ ജില്ലയിൽ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തലശ്ശേരി മേഖലയിലുണ്ടായ വ്യാപകമായിട്ടുള്ള അക്രമത്തെ തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ സമാധാന യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ സമാധാന യോഗത്തിൽ വെച്ച് ഒരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കില്ല എന്നുള്ള ഉറപ്പാണ് RSSന്റെയും BJPയുടെയും നേതാക്കൾ നൽകിയത്. എന്നാൽ സമാധാന യോഗം അവസാനിച്ച മണിക്കൂറുകൾ പിന്നിടുന്നതിനിടെ വീണ്ടും തലശ്ശേരി മേഖലയിൽ അക്രമ സംഭവങ്ങൾക്ക് RSS നേതൃത്വം നൽകിയിരിക്കുകയാണ്. CPIM പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെയാണ് വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇന്ന് പുലർച്ചെ 12:15 കൂടിയാണ് തലശ്ശേരി കൊളശ്ശേരിയിലുള്ള NGO നേതാവിന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. NGO കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള P വിമൽകുമാറിന്റെ കൊളശ്ശേരിയിലെ വീടിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. വളരെ ശക്തിയേറിയ ബോംബുകൾ വീടിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. ഈ ബോംബാക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും സിറ്റ് ഔട്ടുകളും തകർന്നിട്ടുണ്ട്. വീടിന്റെ പുറത്ത് ബോംബ് പതിച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായത്. ഈ ബോംബാക്രമണം നടക്കുന്ന സമയത്ത് വിമൽകുമാറും ഭാര്യയും വീടിന് അകത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ വീടുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് രാത്രിയുടെ മറവിൽ RSS വ്യാപകമായി നടത്തുന്നത്. വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതായിരുന്നു സമാധാന യോഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കലക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശവും. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ തായ്ലൻഡിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.